അങ്ങനെ പറഞ്ഞ് അവസാനം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്ത് വന്നെത്തി കേട്ടോ. തിരുവനന്തപുരത്ത് ഞാൻ പഠിക്കുകയായിരുന്നേ. ഒരു 14 കൊല്ലത്തെ ബന്ധമുണ്ട് എനിക്ക് തിരുവനന്തപുരമായിട്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇനി മലപ്പുറത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്. മലപ്പുറത്തേക്കെന്നല്ല, ലോകത്ത് എങ്ങോട്ടേക്കാണെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ എനിക്ക് വിഷമം. അത്രയ്ക്ക് ബന്ധം എനിക്ക് തിരുവനന്തപുരമായിട്ട്. പിന്നെ ആ വിഷമം ഞാൻ മുഖത്തധികം കാട്ടിയില്ല. രാവിലെ തന്നെ എണീറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:30ക്കാണ് ഞാൻ വീട്ടിൽ വന്നത്. അത് കഴിഞ്ഞ് ഇത്ര നേരം കിടക്കുന്നതായിരുന്നു. പക്ഷേ ഉറക്കം വന്നില്ല. ആ വിഷമം കൊണ്ട് തന്നെയാവണം. രാവിലെ എണീച്ച് ഹാളിലേക്ക് പോയി നോക്കിയപ്പോൾ ഹാളിലതേ പോക്കിരി രാജ. അച്ഛനും അമ്മയും സിനിമ കാണില്ല. പിന്നെ എങ്ങനെയാണോ എന്തോ ടി വിയിൽ പോക്കിരി രാജ വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നിട്ട് കണ്ണാടിയിൽ കുറച്ച് നേരം നോക്കി ചിരിച്ച് മുടിയൊക്കെ ചെയ്വി എൻ്റെ കുരുക്കളൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം അങ്ങനെ നിന്നു. അപ്പം തന്നെ ഒരു സമാധാനം കിട്ടി. എനിക്ക് കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണേ. കുറച്ച് നേരം കഴിഞ്ഞ് ഉമ്മറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ തുളസി ജീവൻ വെച്ചിരിക്കണു. സാധാരണ ഈ വേനൽ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും തുളസി മരിച്ച് മണ്ണിനടി പോകാറാ പതിവ്. പക്ഷേ കഴിഞ്ഞ 3 ദിവസത്തെ കലശലായ മഴ കാരണം തുളസിക്ക് ജീവൻ വെച്ചു. ആ നിൽക്കണതല്ലേ പാള, നമ്മൾ ഇരുന്നിട്ട് നമ്മൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന സാധനം. ആ പാള നോക്കി കുറച്ച് നേരം മുറ്റത്തേക്കൊക്കെ നോക്കിയപ്പം മഴ തുളസി കിളിച്ചതിൻ്റെ കൂടെ മുറ്റത്ത് നിറച്ച് പുല്ലും കൊളിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ചക്കരക്കുടമാവ് കേട്ടോ. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അകത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി അകത്തേക്ക് വന്നു. പാത്രം തുറന്നു നോക്കിയപ്പം അതിനകത്ത് എൻ്റെ ഫേവറേറ്റ് പുട്ട്. ഞാൻ വരുന്നതുകൊണ്ട് അമ്മ എനിക്ക് ഉണ്ടാക്കി വെച്ചതാണ്. ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടോ. അമ്മ എനിക്ക് ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല. ഞങ്ങൾക്ക് ഹോട്ടലുണ്ട്. അപ്പോൾ ഹോട്ടലിൽ മിക്കവാറും എല്ലാ ദിവസവും പുട്ടുണ്ടാവും. പിന്നെ പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 365 ദിവസം, വർഷത്തിൽ 365 ദിവസം പുട്ട് എനിക്ക് തന്നാൽ എനിക്കൊരിക്കലും മടുക്കാൻ പോകുന്നില്ല കേട്ടോ. അതിനിപ്പോൾ ഏത് കറീൻ്റെ കൂടെ ആണെങ്കിലും. പക്ഷേ ഇന്ന് കറി തുറന്നു നോക്കിയപ്പം എൻ്റെ ഫേവറേറ്റ് കടലക്കറി. പക്ഷേ കടലക്കറിയിൽ സാധാരണ അമ്മ ഇടാറുള്ള പോലെ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ല കേട്ടോ. അതിൽ ചെറിയൊരു പരിഭവമൊക്കെ ഉണ്ടെങ്കിലും അമ്മേൻ്റെ കറിയല്ലേ, കിടിലനാവുന്നേ. അങ്ങനെ ഞാൻ കഴിക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നപ്പോൾ ഹോളിൽ നിന്ന് സൂര്യ കോമഡിയിൽ ഒരു മ്യൂസിക് കേൾക്കുന്നു. ഏതാ മ്യൂസിക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തോ? ഒരു സിനിമയിൽ BGM ഇപ്പം കാണിച്ചു തരാം. കണ്ടോ? ക്ലിയർ അല്ല അല്ലേ? ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സാധാരണത്തിൻ്റെ സമയം. എനിക്ക് സാധാരണത്തിൻ്റെ സമയമൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ശരി, ഒരാളും കൂടെ പാത്രത്തിൽ വന്നിട്ടുണ്ടേ. അപ്പോൾ ശരി.